ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ട്രാക്കിലേക്കേ വരത്തില്ല. ഇവിടുത്തെ ഒരു ടീച്ചറും സബ്ജക്റ്റോ അല്ലെങ്കിൽ മാർക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടീച്ചേഴ്സ് അല്ല. ഞങ്ങൾക്ക് ഒരിക്കലും സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ പഠിക്കുമ്പോൾ. ഞാനിവിടെ പ്ലേ ക്ലാസ് തൊട്ട് 12th വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. കംപ്ലീറ്റ്ലി എൻ്റെ സെക്കൻഡ് ഹോം പോലെ തന്നെയാണ്. ദി എബിലിറ്റി ടു ഗെറ്റ് യുവർ തോട്ട്സ് ടു ദി അതർ പേഴ്സൺ, ആ ഒരു സ്കില്ല് കുറെ പേർക്ക് ഇല്ല. ഈ പറഞ്ഞ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇവർ പറയും ഇംഗ്ലീഷ് സ്പീക്കിംഗ്, നമ്മൾ പറയും മലയാളം ഉള്ള ഈ മലയാളികളുടെ നാട്ടിൽ ഇവരെന്തിനാ നമ്മളെ പിടിച്ച് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാവും ഈ ഒരു ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. ഈ എക്കണോമിക് സർവീസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഇവർക്ക് പലർക്കും തുറന്നു കൊടുത്തത് ഇവിടെ ആദ്യം പോയ ചേച്ചിയാണ്. ചേച്ചിയുടെ സ്പീച്ച് ഭയങ്കരമായി മോട്ടിവേറ്റഡ് ആക്കി എന്ന് പറയുന്നു. ഞാൻ അവരോട് അന്ന് ഷെയർ ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് അന്ന് എൻ്റെ മുന്നിൽ ഒരു സീനിയർ ഇല്ല, കാരണം ഒരു ലുക്ക് അപ്പോൺ ചെയ്യാൻ തന്നെ വഴി വെട്ടി അങ്ങ് പോകലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ടുമുട്ടിയ സമൂഹം, ക്രൗഡ്, പിയർ എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒത്തിരി പഠിക്കാനും പറ്റി, കുറെ മിസ്റ്റേക്സ് പറ്റി. IIT മദ്രാസുകാരിക്ക് പറയാനുള്ള കഥ എന്താണ്? ഇവിടെ 12th പഠിച്ച കുറെ ഫാക്ടേഴ്സ്, കുറെ ട്രിക്സ്, അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തേ. ഞാൻ ഈവൻ എക്സാംസിന് എക്സാംസിനുള്ള ആ ട്രിക്സ് ആണ് യൂസ് ചെയ്തേ. എന്നിട്ട് ടീച്ചർ എന്നെ വിളിച്ചു പറയും, ടീച്ചർ പഠിപ്പിച്ച അന്ന് പഠിപ്പിച്ച ആ ട്രിക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്ത് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് എനിക്ക് ആ ആൻസർ കിട്ടി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ കേട്ടേക്കണത് ഒന്നുകിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്. നിങ്ങളോട് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഇന്നുവരെ കേട്ടുകേൾവില്ലാത്ത സാധനങ്ങളൊക്കെ പറയുന്നു. സാധാരണ സയൻസ് സ്ട്രീം എടുത്താൽ വരുന്ന യൂഷ്വൽ കോമ്പിനേഷൻ കമ്പ്യൂട്ടർ മാത്സ് അല്ലെങ്കിൽ ബയോ മാത്സ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടില്ല, ബയോളജി എടുത്തിട്ടില്ല. അതിന് പകരം ഞാൻ എക്കണോമിക്സ് എടുത്ത 12th 11th ഫിനിഷ് ചെയ്തേ. അതുകൊണ്ട് എനിക്ക് എക്കണോമിക്സിലും ബേസ് ഉണ്ട്, മാത്സിലും ബേസ് ഉണ്ട്. സാധാരണ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയർമാൻ ഇങ്ങനെ എഡ്യൂക്കേഷൻ കാര്യങ്ങളിലൊന്നും ഇടപെടണമെന്നില്ല. പ്രിൻസിപ്പൽ ആണ് ലാസ്റ്റ് വേർഡ്. ഞാൻ 12th എക്സാം എഴുതുന്നതിന് മുമ്പ് ഓർഗാനിക് കെമിസ്ട്രി റിവിഷൻ ക്ലാസ് വരെ സാർ എടുത്ത് തന്നിട്ടുണ്ട്. സാർ എപ്പോഴും ഒരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതിലുപരി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് വരുമ്പോൾ തന്നെയും സ്റ്റുഡൻസിന്റെ ആഗ്രഹം എന്താണോ അതിനൊപ്പം നിൽക്കാറുണ്ട്. പല സിറ്റുവേഷൻസും നമുക്കുണ്ടായിരുന്നു. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മളിന്നുള്ളത് ജ്യോതി സെൻട്രൽ സ്കൂൾ കഴക്കൂട്ടത്താണ്. ഇവിടെ നിന്ന് 10th ക്ലാസ്സിലും +2ലും ഒക്കെ വളരെ മികച്ച വിജയം വാങ്ങി വളരെ സന്തോഷത്തോടെ ഈ സ്കൂളിൽ നിന്ന് പോയ കുട്ടികളും അതിനുശേഷം ഈ സ്കൂളിൽ തന്നെ പഠനം തുടരുന്ന കുട്ടികളും ഒക്കെയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. എന്താണ് ജ്യോതി സെൻട്രൽ സ്കൂളിനെ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഠിച്ച കുട്ടികൾക്ക് സ്കൂളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോ ഹലോ ഗൈസ്, വെൽക്കം ടു ദ ഷോ. അപ്പൊ ഈ സ്കൂളിൽ നിന്ന് 2020 പഠിച്ചിറങ്ങിയ ആളിൽ നിന്ന് തുടങ്ങാം. 6 വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോ വരാൻ തോന്നിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഞാനിവിടെ പ്ലേ ക്ലാസ് തൊട്ട് 12th വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ കംപ്ലീറ്റ്ലി എന്റെ സെക്കൻഡ് ഹോം പോലെ തന്നെയാണ്. അപ്പോൾ എന്റെ ടീച്ചേഴ്സ് എന്നെ അപ്രോച്ച് ചെയ്തപ്പോ എനിക്ക് അതിനൊരു നോ ഇല്ല. കാരണം നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ ഫാക്കൽറ്റീസും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ഒക്കെ ഭയങ്കര നമുക്കൊരു പാരന്റ്ലി അഫെക്ഷൻ ആണ്. അപ്പോ ആ ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മൾ തിരിച്ച് ഈ ഒരു സ്കൂളിലേക്ക് ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫാക്ടർ തന്നെയാണ് തിരിച്ചിങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നത്. ഞാൻ ജ്യോതി സെൻട്രൽ സ്കൂളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെയർമാൻ സാറിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഈ സ്കൂളിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ട ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു, ജ്യോതി സെൻട്രൽ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് എവിടെയും സ്ട്രെസ് കൊടുക്കില്ല, കുട്ടികളെ ഭയങ്കര ഈസി ആയിട്ട് സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണെന്ന്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതെ, ഞങ്ങൾക്ക് ഒരിക്കലും സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ പഠിക്കുമ്പോൾ. അതൊരു ഫാമിലിയൽ അഫെക്ഷൻ നമുക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് തോന്നുന്നത് ഇവിടെ. ഞാനും പണ്ട് മുതലേ LKG മുതലേ ഇവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ടീച്ചേഴ്സിനെയൊക്കെ നമുക്കറിയാം. പിന്നെ അവര് പഠിപ്പിക്കുന്ന രീതിയും നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ഏതൊരു പാതിരാക്കി ചോദിച്ചാൽ അവര് ഡൗട്ട് നല്ല രീതിക്ക് ക്ലിയർ ചെയ്ത് തരും. അത് എന്ത് സ്റ്റുപ്പിഡ് ഡൗട്ട് ആണെങ്കിൽ പോലും അവർ നല്ല രീതിക്ക് ക്ലിയർ ചെയ്യും. അതുപോലെ നമുക്ക് റിലാക്സ് ചെയ്യാനും എക്സ്ട്രാ കരിക്കുലേഴ്സിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 10th ആണ്, 12th ആണ്, നിങ്ങൾ വേറെ ഒന്നിനും
പോകരുതെന്ന് ആരുടെയും ഒരു സ്ട്രെയിനും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന എൻവയോൺമെന്റ് തന്നെയാണ്. ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഏറ്റവും കൂടുതൽ തവണ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ആളാണ് ആ ഇരിക്കുന്നത്. എന്താണ് അത്രമാത്രം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയെ ഭയങ്കരമായി എംഫസൈസ് ചെയ്യുന്നത്? എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പിനിങ് ആണ്. അപ്പോ ഇപ്പൊ സഹോദയ വന്നാലും സ്കൂളിന്റെ കോമ്പറ്റീഷൻസ് വന്നാലും ഇന്റർ സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻസ് വന്നാലും ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് നിന്നെക്കൊണ്ട് പറ്റും, യു ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞ് എന്നെ എന്താ ആ ഒരു ലെവല്, ഞാനിപ്പോ പ്ലേ ക്ലാസ് തൊട്ട് ഈ സ്കൂളിൽ പഠിക്കുക, ആ കുഞ്ഞു പ്രായം മുതലേ യു ക്യാൻ ഡു ദിസ് എന്ന് നമ്മളെ ആ മോൾഡ് ചെയ്തെടുത്ത് ഏതൊരു വേദിയിലും നമുക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ IIT മദ്രാസിന്റെ ഒരു ജനറൽ വെൽനസ് സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരുപാട് സ്റ്റേറ്റിലെ സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ഐ വാസ് വെരി കോൺഫിഡന്റ് ഇൻ പ്രസന്റിങ് മൈ സ്കിൽ, മൈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദോസ് പ്രൊഫസേഴ്സ്. സോ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഈ സ്കൂളിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇതുപോലെയുള്ള എല്ലാ കോമ്പറ്റീഷൻസ് നമുക്ക് എക്സ്പോഷർ തന്ന് ഓപ്പർച്യൂണിറ്റീസ് തന്ന് ബിൽഡ് ചെയ്യാൻ നമ്മുടെ സ്കൂൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പൊ ജസ്റ്റ് ഇത് നിങ്ങളുടെ കൂടെ ഉള്ളത് ഒന്നുകിൽ 10ാം ക്ലാസ് പാസ് ഔട്ട് ആയവർ, അല്ലെങ്കിൽ +2 പാസ് ഔട്ട് ആയവർ, പിന്നെ കുറച്ച് മുതിർന്ന ആൾക്കാർ. ഈ മുതിർന്നവരെയൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും വലിയ വലിയ ആൾക്കാരാ. ഒരാൾ MBBS ഇരിക്കുന്നു, ഒരാൾ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് വരുന്നു, മറ്റൊരാൾ IIT മദ്രാസിൽ നിന്ന് വരുന്നു. എനിക്ക് ഞെട്ടലുണ്ടാവുന്നു. MBBS കാരിയോട് ചോദിക്കട്ടെ, ഈ ഒരു MBBS എന്ന് പറയുന്ന ആ ഒരു മോഹം, ആ മോഹത്തിലേക്ക് പോകാനായിട്ട് ജ്യോതി സെൻട്രൽ സ്കൂൾ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? യെസ്, പൊതുവേ എനിക്ക് അക്കാഡമിക്സിൽ ഒരു കോൺഫിഡൻസ് തന്നതും നീ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി നിനക്ക് കിട്ടും, നിനക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആർക്ക് കിട്ടാനാന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നതും ഈ സ്കൂളിൽ ഭയങ്കര ഒരു ഫാക്ടർ ഉണ്ട്. ബിക്കോസ് നീറ്റ് എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ പുറത്താണ്, ഞാൻ സ്കൂളായിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമിന് തലേ ദിവസം പോലും ഇവിടെ ഉള്ള ടീച്ചേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ച് നീ നാളെ നന്നായിട്ട് എഴുതും, ടെൻഷൻ അടിക്കേണ്ട, ഓൾ ദി ബെസ്റ്റ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും ഈ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ആ ഒരു പേഴ്സണൽ ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ്, ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു കൺസേൺ, ഈവൻ ദോ വി ആർ നോട്ട് ദ സ്റ്റുഡൻസ്, ഇപ്പോഴും ഒരു 2 ദിവസം മുമ്പ് പോലും ഒരു ടീച്ചർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ അത്രയ്ക്ക് ലെവൽ ഓഫ് ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും, എന്തുണ്ടേലും നമുക്ക് ചെല്ലാൻ ഒരാളുണ്ട്, അഡ്വൈസ് ചോദിക്കാൻ ഒരാളുണ്ട്, ഗൈഡൻസിന് ഒരാളുണ്ട്. ഈവൻ ജ്യോതി സാർ ആണെങ്കിൽ പോലും അങ്ങനൊരു കോൺഫിഡൻസ് ഉള്ളത് ഇറ്റ് ഹെൽപ്സ് us മൂവ് ahead in life. സത്യമാണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. IIT മദ്രാസുകാരിക്ക് പറയാനുള്ള കഥ എന്താണ്? ഇവിടെ 12th പഠിച്ച കുറെ ഫാക്ടേഴ്സ്, കുറെ ട്രിക്സ്, അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തേ. ഞാൻ ഈവൻ എക്സാംസിന് JEE എക്സാംസിനുള്ള ആ ട്രിക്സ് ആണ് യൂസ് ചെയ്തേ. എന്നിട്ട് ടീച്ചർ എന്നെ വിളിച്ചു പറയും, ടീച്ചർ പഠിപ്പിച്ച അന്ന് പഠിപ്പിച്ച ആ ട്രിക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്ത് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് എനിക്ക് ആ ആൻസർ കിട്ടി. ആ ആൻസർ ഫ്യൂ സെക്കൻഡ്സിൽ കിട്ടിയത് കൊണ്ടാ ബാക്കി ക്വസ്റ്റ്യൻസിന് എനിക്ക് എന്താ കറക്റ്റ് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റി. ബാക്കി ഫ്രണ്ട്സ് അറ്റൻഡ് ചെയ്ത ഫ്രണ്ട്സ് എല്ലാരും പറയും എന്താ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഇത്രയും ടൈം എടുത്തു, പക്ഷെ ഞാൻ പറയും വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഞാൻ അത് ചെയ്തു. ചോദിക്കുമ്പോ ഇവിടുത്തെ ടീച്ചേഴ്സിന് മാജിക് അറിയാമോ? കാരണം എന്താ ഈ ട്രിക്സ് എന്താ എൻട്രൻസിന് പോയാലും അവരെന്താ ലൈറ്റ് ആയിട്ടാ പറഞ്ഞു തരുന്നേ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ട്രിക്സ് പറഞ്ഞിരുന്നില്ല. മെയിൻലി ഫോർ മാത്സ് കുറെ യൂസ് ആയി. ആ ടീച്ചർ പറഞ്ഞ എന്താ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോ നമുക്ക് എൻട്രൻസിന് വേണ്ടത് ഹൗ ടു ഗസ്. ആ ഗസ്സിംഗ് മെത്തേഡ് എന്താ ടീച്ചേഴ്സ് അത് ഇവിടെ ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ എക്സാമിന് ഗസ് ചെയ്യണ്ടേ എന്ന് ഒരു ഐഡിയ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഐഡിയ എനിക്ക് കിട്ടി. ടീച്ചേഴ്സ് വിളിച്ച് ഇങ്ങോട്ട് എന്താ കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുമ്പോ എല്ലാം അത് വേറെ സത്യമാണ്. ഇതേ കഥകളാണോ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ജോയിൻ ചെയ്യാൻ? നമുക്ക് ഒരുപാട് സ്കൂൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? എസ്പെഷ്യലി നമ്മൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കിൽ പാസ് ഔട്ട് ആയ ആളാണ്. അപ്പോഴും എനിക്ക് വേറെ ഒരുപാട് സ്കൂളുകൾ വേണ്ട, ഞാൻ ജ്യോതിസിലേക്ക് തന്നെ തിരിച്ചു വരാം എന്ന് തീരുമാനിച്ചത് എന്തായിരുന്നു? ജ്യോതിസിന്റെ ടീച്ചർമാര് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈവൻ ഞാനാണെങ്കിൽ മോഡൽ എക്സാമിന് എനിക്ക് ഒരു പ്രശ്നം പറ്റിയപ്പോ പനിയൊക്കെ ആയി, വൈറൽ ഫീവർ ആയി. അപ്പൊ മോഡൽ എക്സാം പേടിച്ചിട്ടാണോ? അല്ലല്ല, വൈറൽ ഫീവർ ആയിരുന്നു. അപ്പൊ മോഡൽ എക്സാമിന്റെ സമയമായിരുന്നു, ബോർഡ് എക്സാമിന്റെ മുൻപത്തെ ഉള്ളത്. അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, നീ ആണെങ്കിൽ പേടിക്കണ്ട, മാധു കുറെ റെസ്റ്റ് എടുത്തോ, നിനക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല വിശ്വാസമുണ്ട് ബോർഡ് എക്സാമില്, നീ ഇപ്പൊ എങ്ങനെ പോകുന്നോ അതുപോലെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി. സത്യം. പിന്നെ അതുപോലത്തെ ടീച്ചർമാര് കുറെ പേരുണ്ട്, ഇതോ ആ കൂടെ ഒറ്റ എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഈ സ്കൂള് തിരിച്ചു വരാനായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നി. ആണ്. ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്ന ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് വരുമോ? ഞാൻ തീർച്ചയായും വരും. ടീച്ചർമാര് അത്രത്തോളം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം എന്റെ ജീവിതത്തില്
പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് അല്ലേ? അതെ അതെ ആണ്. മാധവന്റെ ഫ്രണ്ടിന് എന്താണ് പറയാനുള്ളത്? ഞാൻ ആക്ച്വലി എന്റെ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞാണ് ഇവിടുന്ന് മാറാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ് മാറിക്കഴിഞ്ഞ് ഇനി സെറ്റായി വരാൻ 2 വർഷം എന്ത് ചെയ്യണം. കാര്യം ഇവിടെ 5ാം ക്ലാസ്സിലെങ്ങാണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതിന് മുമ്പ് പഠിച്ച സ്കൂളില് അത്ര സെറ്റ് ആയില്ല. ഇനി വന്നു, സെറ്റായിരുന്നു, പക്ഷെ വന്നു. ഇവിടെ വന്ന സമയത്ത് കൊറോണ ആയിരുന്നു. എനിക്ക് അങ്ങനെ ആരുമായിട്ട് അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. ഇവിടെ വന്ന ഒരു 7ാം ക്ലാസ്സിലാണ് ഞാൻ വന്നത്. 7ാം ക്ലാസ്സിൽ വന്ന വർഷം തന്നെ ഞാൻ ഇവിടെ പ്രശ്നമായിരുന്നു. അത് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. അത് ഒരു അടിയായി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ പോയി. ഇത് ഞാൻ വെച്ച് കഴിഞ്ഞു. അപ്പൊ അവരെ എന്നെ വിളിച്ച് എന്നെ സമാധാനിപ്പിച്ച്, അതായത് ഇങ്ങനെ പോവേണ്ട എന്നെ നേരെയാക്കി 10 അതായത് ഒരു 9, 10 പ്രത്യേകിച്ച് പറയണേ എനിക്ക് പറയാനുള്ളത് എന്നെ 9ലും 10ലും ക്ലാസ് ടീച്ചറാണ്, സന്ധ്യ ടീച്ചറെ കുറിച്ചാണ്. അതായത് ഞങ്ങളെ കൂടെ എന്തിനും നിന്ന് തരും. അതായത് ഞങ്ങൾ ക്ലാസ് എന്ന് പറയുന്നത് ആ ഡിവിഷനിൽ അത്യാവശ്യം കുഴപ്പം പിടിച്ചൊരു ക്ലാസ് ആയിരുന്നു. 9ലും സമ്മതിച്ചു തരണം 9ലും 10ലും. പക്ഷേ ആ ടീച്ചർ ഞങ്ങളോട് കൂടെ നിന്നുകൊണ്ട് മാത്രം, അതായത് ആ ടീച്ചറും ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരും കൂടെ നിന്നു. 9ൽ എല്ലാവരും ഒന്ന് ഉഴപ്പിയാണ് പോയതെങ്കിൽ 10ല് മാർക്ക് വന്നപ്പോ ഒരാൾ പോലും തോറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. തോറ്റില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ടായിരുന്നു, സീരിയസ് ആയിട്ട്. അങ്ങനെ ഞങ്ങൾ, അതായത് പിന്നെ എന്റെ SS ടീച്ചർ, അതായത് എനിക്ക് SS ഒരു 7ാം ക്ലാസ് വരെയൊക്കെ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. 9 ആയപ്പോ എന്നെ കൊണ്ട് പറ്റണില്ലാതായി. പക്ഷെ 10ല് എന്താടാ SS ഇത്ര പാട്? സാധാരണ ആൾക്കാർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നൊക്കെ പറയും. സോഷ്യൽ സയൻസിന് എന്താ ഇത്ര പാടുള്ളത്? എനിക്ക് കഥ പഠിക്കാൻ മടിയാണ്. അങ്ങനെ 10 കയറി. രാധിക ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. എന്നെ ഇരുത്തി പഠിപ്പിച്ച്, അതായത് ഞാൻ ആ വിഷയത്തിന് മാത്രം ഒരു 4-5 എക്സ്ട്രാ ക്ലാസ് എങ്കിലും ഇരുന്നിട്ടുണ്ട് പഠിപ്പിച്ച്. എനിക്ക് ആ വിഷയത്തിന് അതിനും എനിക്ക് മാത്രം 100 ഉള്ളൂ. അതിനും ഇതിനും മാത്രം 100 ഉള്ളൂ. ഇങ്ങനെ ഇപ്പൊ ഞാൻ പൊതുവേ കേട്ടു കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളാണ് ജ്യോതിസ് എന്നുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് മകനുണ്ടായിട്ടുണ്ടോ? സമയത്തൊക്കെ ചില സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് കറക്റ്റ്. ഞാനൊക്കെ അതിന്റെ വിക്ടിം ആയിരുന്നു. ഇല്ലായിരുന്നല്ലേ? PT ആയിട്ട് തന്നെ തരുമായിരുന്നല്ലേ? സന്തോഷം ആണ്. നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ ജ്യോതിഷ് ചന്ദ്രൻ സാർ എന്ന് പറയുന്ന ചെയർമാന്റെയും ഒരു ഇൻഫ്ലുവൻസ് വളരെ കൃത്യമായിട്ടുണ്ട്. ഞാനൊരു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോ ഇവിടുത്തെ +1 +2 സ്റ്റുഡൻസിനോട് പറഞ്ഞത് ഇതൊരു പൂക്കി ചെയർമാനാണെന്നാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. സാർ എപ്പോഴും ഒരു ഇൻസ്പയറിങ് പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ അതിലുപരി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് വരുമ്പോൾ തന്നെയും സ്റ്റുഡൻസിൻ്റെ ആഗ്രഹം എന്താണോ അതിനൊപ്പം നിൽക്കാറുണ്ട്. പല സിറ്റുവേഷൻസും നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയർമാനെ പറ്റി. അങ്ങനെ തോന്നിയ ഒരു കാര്യം പറയാവോ? ഇപ്പൊ നമ്മുടെ +2 സ്കൂൾ ട്രിപ്പ് തന്നെ വന്നപ്പോഴത്തേനും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ പല ആൾക്കാർ, ഇവൻ ടീച്ചേഴ്സ് ഒക്കെ ചില കാര്യം എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോഴും സ്കൂൾ ട്രിപ്പ് വേണ്ട വേണ്ടെന്നല്ല, പ്ലേസസ് ആയിരുന്നു. ഏതൊക്കെ പ്ലേസസ് വേണ്ട, അതൊരുപാട് ഇഷ്യൂസ് ഉണ്ടായ ഒരു സമയം. അപ്പോഴേക്കും ടീച്ചേഴ്സ് ഇത് പറയുമ്പോഴും സ്റ്റുഡൻസിന്റെ ആഗ്രഹം എന്താണോ അതിനൊപ്പം നിന്ന് പ്ലേസസ് ഒക്കെ ഡിസൈഡ് ചെയ്ത് എപ്പോഴും നമ്മളൊപ്പം നിൽക്കുന്ന ഒരു ചെയർമാനാണ്. ശരിയാ. സാധാരണ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയർമാൻ ഇങ്ങനെ എഡ്യൂക്കേഷൻ കാര്യങ്ങളിലൊന്നും ഇടപെടണമെന്നില്ല. പ്രിൻസിപ്പൽ ആണ് ലാസ്റ്റ് വേർഡ്. ഇവിടെ എങ്ങനെയാണ് ചെയർമാൻ വരെ ഇതൊക്കെ എത്തുന്നത്? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് ഇടപെടുന്ന പോലും ഇല്ല. ഞാൻ 12th എക്സാം എഴുതുന്ന മുമ്പ് ഓർഗാനിക് കെമിസ്ട്രി റിവിഷൻ ക്ലാസ് വരെ സാർ എടുക്കാൻ തന്നിട്ടുണ്ട്. ഒരു നമ്മളെ എല്ലാരും 12th പിള്ളേരെല്ലാം ഒരുമിച്ച് എഴുതി കെമിസ്ട്രി, നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്തോ 5 or 6 ചാപ്റ്റർ ഉണ്ട്. എല്ലാ ചാപ്റ്ററിന്റെ റിവിഷൻ ഒരു ഇൻ ദ സ്പാൻ ഓഫ് 2 days സാർ ഇരുത്തി പഠിപ്പിച്ച് ട്രിക്കും പറഞ്ഞു ക്വസ്റ്റ്യനും ചെയ്യിപ്പിച്ചാണ് നമ്മൾ വിട്ടത്. ആണോ? ഇത്ര മാത്രമേ. എനിക്കിപ്പോ ഏകദേശം നിങ്ങളോട് എല്ലാവരോടും ഓരോ ചോദ്യം ചോദിച്ചപ്പോ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ഒരു സ്കൂളിനോട് നിങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്ഡ് ആണെന്ന്, അല്ലേ? ഈ എക്കണോമിക്സ് പഠിച്ച ആൾക്ക് ഇങ്ങനെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? അത് ക്രെഡിറ്റ്സ് എൻ്റെ 9th ലും 10th ലും എന്നെ എക്കണോമിക്സ് പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ ഡിസൈഡ് ചെയ്ത് തുടങ്ങണം ഒരു 11th ഉം 12th ഞാൻ ഏത് സ്ട്രീം ചൂസ് ചെയ്യണം എന്ന്. കാരണം ഞാൻ പാർഷ്യലി സയൻസ് സ്ട്രീമിനോടൊരു ഇൻക്ലിനേഷൻ ഉള്ള ആളായിരുന്നു. പക്ഷേ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ അതിൽ തരാൻ പറ്റുന്ന അവസരങ്ങൾ വളരെ ചെറിയ ക്വാളിഫിക്കേഷൻസ് കൊണ്ടുപോലും നമുക്ക് ഉയർന്ന നിലയിൽ എത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുള്ള
ഒരു ഓവർവ്യൂ ടീച്ചേഴ്സിൻ്റെ നിന്ന് കിട്ടി. പിന്നെ ഇക്കണോമിക്സ് ഇൻ ഡെപ്ത് നമുക്ക് 9th 10th പഠിക്കാനില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു കറന്റ്ലി നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ആ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരിക, അതാണ് കണക്ഷൻസ് തിയറിയും ഡെയിലി നടക്കുന്ന കാര്യമായിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ പഠിക്കുന്ന സാധനം എന്തൊക്കെയോ പോളിസി മേക്കിങ്ങിലൊക്കെ ഉപയോഗമുണ്ട്. കാരണം അതൊരു ഡ്രൈ സബ്ജക്റ്റ് അല്ല, പൊതുവേ ഉള്ളൊരു ഇതാണല്ലോ അത്. അപ്പോൾ വളരെയധികം എനിക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നി. പിന്നെ പുറമെ പോയി പഠിക്കുമ്പോൾ പോലും മാത്സിന്റെ ആപ്ലിക്കേഷൻ ആണ് എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ സബ്ജക്റ്റിൽ ഒരു കമാൻഡ് ഇല്ല. അപ്പോൾ രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസിൽ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന പോലത്തെ എക്സാമിനെ പറ്റി അറിയാൻ തുടങ്ങി. അത് ടീച്ചേഴ്സ് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ നടത്തുന്ന എക്സ്ട്രാ സെമിനാർസ് അല്ലെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് ഒരു ഫാക്കൽറ്റി വന്നെടുക്കുന്ന ക്ലാസ്സുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് എമിനന്റ് പേഴ്സണാലിറ്റീസ് ഇവിടെ വന്ന് നമുക്ക് ഓറിയന്റേഷൻ കണക്ക് കരിയർ ഗൈഡൻസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ആയാലും 10th 12th സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരുപാട് സെഷൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെ, സൈക്കോളജിസ്റ്റ് ഒക്കെ വന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഒരുപാട് തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ലതായിരുന്നു. ഭയങ്കര എന്റർടൈനിങ്ങും എൻഗേജിങ്ങും ആയിരുന്നു. പിന്നെ നമുക്ക് ഇൻഫ്ലുവൻസീവും ആയിരുന്നു. അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ എന്ന് പറയുന്നത് ഞാൻ എക്കണോമിക്സാണ് പർസ്യൂ ചെയ്യുന്നത്. അപ്പോ എനിക്ക് എക്കണോമിക്സിനെ കുറച്ച് വലിയ ഓവർവ്യൂ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ആകെ ഐഡിയ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഓരോന്ന് സെർച്ച് ചെയ്ത് വെച്ചിട്ട് കണ്ടുപിടിച്ച് പറയാം എക്കണോമിക്സ് നല്ല സബ്ജക്റ്റ് ആണ്. പിന്നെ ചേച്ചിയുടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ ചേച്ചി പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി. എനിക്ക് എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നല്ലതെന്നുള്ളൊരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഞാനും എക്കണോമിക്സ് പർസ്യൂ ചെയ്തെടുത്തത്. പിന്നെ ഇവിടുത്തെ സബ്ജക്ട് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഭവം. സത്യമാണ്. ഞാൻ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ആകെ കേട്ടേക്കണത് ഒന്നുകിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ്. നിങ്ങളോട് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഇന്നുവരെ കേട്ടുകേൾവില്ലാത്ത സാധനങ്ങളൊക്കെ പറയുന്നത്. അതെന്താ അങ്ങനെ? ഞാൻ ടെക്നിക്കലി സയൻസ് സ്ട്രീമിൽ പഠിച്ച കുട്ടി. ഇപ്പൊ ഞാൻ ഡിഗ്രി എടുക്കുന്നത് എക്കണോമിക്സിലാ. അപ്പോ എനിക്ക് സാധാരണ സയൻസ് സ്ട്രീം എടുത്താൽ വരുന്ന യൂഷ്വൽ കോമ്പിനേഷൻ കമ്പ്യൂട്ടർ മാത്സ് അല്ലെങ്കിൽ ബയോ മാത്സ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടില്ല, ബയോളജി എടുത്തിട്ടില്ല. അതിന് പകരം ഞാൻ എക്കണോമിക്സ് എടുത്ത 10th 12th 11th ഫിനിഷ് ചെയ്തേ. അതുകൊണ്ട് എനിക്ക് എക്കണോമിക്സിലും ബേസ് ഉണ്ട്, മാത്സിലും ബേസ് ഉണ്ട്. അതാരാ പറഞ്ഞത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്നുള്ളത്? ഇവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. നമുക്ക് ബ്രോഷേഴ്സ് കണക്ക് തരും. അപ്പൊ അതിൽ നമുക്ക് ഇന്ന കോമ്പിനേഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കാം. അപ്പൊ എനിക്ക് എന്തായാലും ബയോളജിയോടും താല്പര്യമില്ല, കമ്പ്യൂട്ടർ സയൻസിനോട് താല്പര്യമില്ല. പിന്നെ എന്തെടുക്കുമെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ വെച്ചിട്ട്. അങ്ങനെ എടുത്തതാണ് എക്കണോമിക്സ്. ഇപ്പൊ അത് തന്നെ പർസ്യൂ ചെയ്യാനാണ് എന്റെ ആഗ്രഹം. ഇനി ഒറേറ്റർക്ക് എന്താണ് പറയാനുള്ളത്? നമ്മള് ഒരു സ്ഥിരം ഒരു ഫീൽഡിലേക്ക് പോകാതെ, ഇപ്പോ +2 കഴിഞ്ഞാൽ +2 സയൻസ്, +2 കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർ അല്ലെങ്കിൽ MBBS ഒരിക്കലും കൊച്ചാക്കി പറയുകയല്ല. പക്ഷെ നമ്മുടെ ഒരു സ്ഥിരം ഒരു ഫീൽഡ്, ഒരു റൂട്ടാണല്ലോ അത്. ആ റൂട്ടിൽ നിന്ന് മാറി ചിന്തിക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ആക്ച്വലി ആൾക്കാർ വിചാരിക്കുന്നത് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ് എന്നാണ് എല്ലാവരുടെയും ഒരു സ്റ്റീരിയോടിപ്പിക്കൽ തിങ്കിങ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ഹാവിംഗ് എ ലോട്ട് ഓഫ് വേരിയഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് CSE BTech പഠിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗോ ഫോർ എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആൻഡ് റിസർച്ച് ഓൾസോ. ഞാൻ കുറച്ചുകൂടെ റിസർച്ച് ഓറിയന്റഡ് ആൻഡ് ഐ ലവ് ആസ്ട്രോഫിസിക്സ്. അപ്പൊ ആസ്ട്രോണമിയാണ് എന്റെ പാത്തായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ട് പോകാനാണ് എന്റെ ഒരു താല്പര്യം. സോ നിങ്ങൾക്കൊക്കെ ഈ +2 കഴിയുമ്പോഴേ ഇത്രയും വലിയ ഐഡിയാസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നടാ? ഞങ്ങൾക്കൊന്നും ഒരു ധാരണ ഇല്ലായിരുന്നു. കാലം പിന്നെ ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടീച്ചർ എനിക്ക് ഈ സബ്ജക്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്നെ വീട്ടിൽ പോയി സെർച്ച് ചെയ്യും. എന്നിട്ട് അവര് നാളെ വന്നിട്ട് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ പോവാം, ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അവര് തന്നെ നമ്മളോട് വന്ന് പറയും. നിങ്ങൾ ഇതൊക്കെ പറയണേക്കുമ്പോഴേ എനിക്ക് ഒന്നുകൂടെ സ്കൂളൊക്കെ പഠിച്ച ജ്യോതിസ് തന്നെ ഒന്ന് വന്ന് പഠിക്കാനൊരു മോഹം. സത്യമായിട്ടും നമ്മൾ ആദ്യമായിട്ട് IIT മദ്രാസിലേക്ക് ചെന്ന് കയറുമ്പോ ഇതുവരെ കണ്ട വേൾഡുമായിട്ട് ഒരു പരിചയമില്ലാത്തൊരു വേൾഡിലേക്കല്ലേ ചെല്ലുന്നേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ടീച്ചറെ എനിക്ക് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ? അതെ, ഞാൻ ഫുള്ളി ബ്ലാങ്ക് ഔട്ട് ആയി. ഇനി എന്റെ ലൈഫ് എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ല. ഞാൻ ചൂസ് ചെയ്തു, കിട്ടി. പക്ഷെ ഇനി അങ്ങോട്ടൊരു ട്രാക്ക് എന്ത് ചെയ്യണം എല്ലാം കൺഫ്യൂസ്ഡ് ആയിരിക്കും.
ഇതാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. ഇത് പ്രൊട്ടക്ഷൻ ആ ഒരു എന്താണ് ബാരിയറിന് ഔട്ടിലേക്ക് പോവുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫുൾ എന്താണ് വീട്ടുകാർക്കും ടെൻഷൻ സത്യം നമുക്ക് നമ്മൾ ടെൻഷനാവും. നമ്മൾ കേട്ടിട്ടുണ്ട് കോളേജിൽ റാഗിങ് ഉണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അടുത്ത അതും പോയി. അത് ടീച്ചർ ഇല്ല, അങ്ങനെയല്ല, കോളേജ് ലൈഫ് അത് വേറെയാ. അത് നമുക്ക് കുറച്ച് നമുക്ക് ഫ്രീഡം പഠിപ്പിക്കും. നമ്മൾ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താവണം എന്ന് സ്കൂൾ ലൈഫ് ഡിസൈഡ് ചെയ്യും. കോളേജ് ലൈഫ് നമുക്ക് എന്താ ഫ്രീഡം, ഇൻഡിപെൻഡൻസ് പഠിപ്പിക്കും. പക്ഷെ നമ്മളത് കറക്റ്റ് വേയിൽ യൂസ് ചെയ്താൽ നമുക്കത് ചെയ്യാം. എനിക്ക് ഒരു ഫുൾ ഐഡിയ തന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. MBBS അങ്ങനെ ഒരു ഇതുണ്ടോ? കാരണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും അവിടേക്ക് കിട്ടുക, അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുക, നിങ്ങൾക്ക് നന്നാവണമെങ്കിൽ പഠിക്കുക, ആ ഒരു സാധനം വന്നപ്പോ പെട്ടെന്നൊരു ഭയങ്കര എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫേസ്, ഒരു ഫസ്റ്റ് ഇയറിന്റെ ഒരു പാതി വരെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫേസ്. അപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകം എടുത്ത് ടീച്ചേഴ്സിന്റെ പേര് എടുത്ത് പറയാമെന്ന് അറിയില്ല. പക്ഷെ പ്രസിദ്ധ ടീച്ചർ, ശാന്തിനി ടീച്ചർ, ഹരിപ്രിയ ടീച്ചർ, അങ്ങനെ കുറെ പേര് ഈവൻ ദോ വെൻ ഐ വാസ് ഇൻ മൈ കോളേജ് അവർ ഇങ്ങോട്ട് വരും. മോളെ ഓക്കെ ആണോ, കുഴപ്പമുണ്ടോ, പഠിച്ചോ, എക്സാം ആയോ, എങ്ങനെയാ ഒക്കെ അവർ ഇങ്ങോട്ടൊരു ആ ഒരു ഇൻപുട്ട് തരുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര വലിയ കാര്യം. ഈ പറഞ്ഞ പോലെ അക്കാഡമിക്സിൽ മാത്രമല്ല, ഇപ്പം ഞാൻ ഒരു 4th 5th വരെ ഈ പറഞ്ഞ co-curricular ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഐ വാസ് ഫോക്കസ് ഓൺലി ഓൺ റൈറ്റിംഗ് ആസ്പെക്ട്സ്. മറ്റേ എസ്സേ റൈറ്റിംഗ്, ക്വിസ്, അത് ഇത്. എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേജ് ഫിയറിന്റെ അങ്ങേ അറ്റം എന്നുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ഒരു ദിവസം ഒരു പരിപാടി സമയത്ത് ഞാൻ സംസാരിക്കുന്ന ആരോ ഒരു സാർ കേട്ടു പറഞ്ഞു, നീ ഇത് ട്രൈ ചെയ്ത് നോക്ക്. അവിടുന്ന് തുടങ്ങിയതാണ്. നൗ ഞാനൊരു പ്രൊഫഷണൽ ആങ്കറാണ്. ഒരു 4th 5th ആദ്യമായിട്ട് ഞാൻ ഒരു സ്റ്റേജിൽ കയറുന്നത്. ഇപ്പം അതൊരു പാർട്ട് ടൈം ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ ആ ഒരു പാത്തിലേക്ക് നയിച്ചതും അങ്ങനെ ഒരു സോഴ്സ് ഓഫ് ഏർണിംഗ് ഉണ്ടാക്കി തന്നതും അത് ഈ സ്കൂളും മാത്രമാണ്. ബിക്കോസ് ഇഫ് ഐ ഹാഡ് നോട്ട് ബീൻ പുഷ്ഡ് ഔട്ട്സൈഡ് മൈ ലിമിറ്റ്സ്, ആ ഒരു പോയിന്റിൽ ഐ വുഡ് ഹാവ് നെവർ ഗോട്ടൺ ഓൺ സ്റ്റേജ്, ഐ വുഡ് ഹാവ് നെവർ റീച്ച്ഡ് വേർ ഐ എം റൈറ്റ് നൗ. സോ ഈ പറഞ്ഞ അക്കാഡമിക്കലി മാത്രമല്ല, ഇങ്ങനത്തെ വേറെ കുറെ ലൈഫ് ചേഞ്ചസും ലൈഫ് പാത്സും നമ്മളെ കൊണ്ട് എത്തിച്ചത് ഈ സ്കൂൾ ഒരു വലിയൊരു കാരണമാണ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു സാധനം എടുക്കാം. കാരണം ഇപ്പൊ നമ്മളെല്ലാരും പൊതുവെ പറയുന്നത് എന്താ, എവിടെ തിരിഞ്ഞു നോക്കിയാലും എഞ്ചിനീയേഴ്സിനെ തട്ടിയിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും CS എടുത്ത് പഠിക്കണമെന്ന് തോന്നിച്ചത് എന്താണ്? എനിക്ക് പണ്ട് പഠിക്കുമ്പോഴേ CS ഭയങ്കര ഒരു പ്രോഗ്രാമിംഗ് ഭയങ്കര താല്പര്യമുള്ള സാധനമാണ്. 8ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയം അന്നാണ് പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 9th ലും 10th ലും എക്സ്പോഷർ കുറവാണെങ്കിലും +1 ഞാൻ A എടുത്തു. അപ്പൊ അതില് ഇവിടെ A ഉണ്ടോ? എന്റെ പൊന്നേ, നിങ്ങൾ അതും പഠിച്ച പിള്ളേരാണോ? ഞാൻ A എടുത്തു. അതില് പൈത്തന്റെ കുറച്ച് ബേസിക്സ് ഉണ്ടായിരുന്നു. +2 കോഡിങ് കുറെ ആക്ടിവിറ്റീസും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചപ്പോ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ട് ഇനി അത് പ്രൊസീഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് മോൾക്ക് എന്താകണമെന്നുള്ളതാണ് ആഗ്രഹം? എപ്പോഴെങ്കിലും ഒരു ടീച്ചർ ഇത് ചോദിച്ചിട്ടുണ്ടോ? ആ ഒരു സ്വപ്നത്തെ എപ്പോഴെങ്കിലും ഒക്കെ നർച്ചർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഇന്ത്യൻ ഇക്കണോമിക് സർവീസിലേക്ക് കയറണം. എന്താണ് പതിവില്ലാതെ കുറെ ഇക്കണോമിക്സ് ഇവിടെ ഈ ചേച്ചി തന്നെയാണോ ഇൻഫ്ലുവൻസ് ചെയ്ത്? ആണ്, ചേച്ചിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എമിനന്റ് പേഴ്സണാലിറ്റീസ് ഇപ്പൊ സിവിൽ സർവീസിൽ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ കിട്ടുന്ന ആ ഒരു എക്സ്പോഷറും ആ ഒരു പവറും അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് അതിലേക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നെ എക്കണോമിക്സ് മെയിൻലി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജിഷ ടീച്ചറായിരുന്നു. ആക്ച്വലി ടീച്ചറിന്റെ ആ ഒരു ടീച്ചിങ് മെത്തേഡാണ് കുറച്ചും കൂടി എനിക്ക് ആ ഒരു സബ്ജക്റ്റിനോടൊരു ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നത്. ഈ എക്കണോമിക് സർവീസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഇവർക്ക് പലർക്കും തുറന്നു കൊടുത്തത് ഇവിടെ ആദ്യം പോയ ചേച്ചിയാണ്. ചേച്ചിയുടെ സ്പീച്ച് ഭയങ്കരമായി മോട്ടിവേറ്റഡ് ആക്കി എന്ന് പറയുന്നു. അതെന്തായിരുന്നു ചേച്ചിയെ പറഞ്ഞു കൊടുത്ത എസൻസ്? ഞാൻ അവരോട് അന്ന് ഷെയർ ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് അന്ന് എൻ്റെ മുന്നിൽ ഒരു സീനിയർ ഇല്ല. കാരണം ഒരു ലുക്ക് അപ്പോൺ ചെയ്യാൻ തന്നെ വഴിവെട്ടി അങ്ങ് ആയിരുന്നു. അപ്പോൾ ഞാൻ പാസ് ഔട്ട് ആവുന്ന സമയം 2020 കോവിഡിന്റെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് റിസൾട്ട് വരുന്നു. എനിക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ലൊരു മാർക്ക് എനിക്ക് ഈ ടീച്ചേഴ്സിന്റെ ഹെൽപ്പോടെ നേടാൻ പറ്റി. പക്ഷെ പോണോ വേണ്ടയോ അത് വലിയൊരു ചോദ്യമായിരുന്നു. കാരണം ഡൽഹി വരെയൊക്കെ പോവാ. എനിക്ക് കിട്ടിയത് ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൻ, NIRF ടോപ്പിൽ നിൽക്കുന്ന കോളേജാണ്. അപ്പോ എക്കണോമിക്സ് പെർസ്യൂ ചെയ്യണം എന്ന് അതിനു മുന്നേ ഞാൻ വേറൊരു കോളേജും ക്ലിയർ ചെയ്തായിരുന്നു, ചെന്നൈ സ്റ്റെല്ല മാരിസ്. അപ്പൊ അവിടെ ഞാൻ ക്ലാസ്സിന് കയറി തുടങ്ങി. അപ്പൊ എല്ലാരും ഇനി പോണോ, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരേന്നായിരുന്നു. പക്ഷെ കട്ട്
ഹാഫ് എന്റെ മൈൻഡ് ക്ലിയർ ആയിരുന്നു. അതെ അതെ. അപ്പോൾ അവിടെ ഞാൻ കണ്ടുമുട്ടിയ സമൂഹം, ക്രൗഡ്, പിയർ എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒത്തിരി പഠിക്കാനും പറ്റി, കുറെ മിസ്റ്റേക്സ് പറ്റി. അപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ, ജ്യോതി സാറിനെ ഞാൻ അന്ന് കണ്ടപ്പോൾ സാർ എന്നോട് പറഞ്ഞത് നമ്മുടെ കുട്ടികളോടൊന്ന് സംസാരിക്കൂ എന്നാ പറഞ്ഞത്. എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പൊ അവർക്ക് അത് ഏതെങ്കിലും രീതി ഗുണമായാൽ അത് വളരെ നല്ലതാണ്. അങ്ങോട്ട് പോയപ്പോ ഈ പറഞ്ഞ പോലെ ഒരാളില്ല, സ്വന്തമായിട്ട് വഴിവെട്ടി പോകണം. അവിടെ സമയത്ത് നേരിട്ട ഹഡിൽസ് എന്തൊക്കെയായിരുന്നു? ഒത്തിരി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പോകണമോ എന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുന്നിൽ. കാരണം നമ്മുടെ ഹോം ടൗൺ ഇവിടെ ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത് നമ്മളോട് നിന്ന് പഠിക്കണം. അപ്പോ എന്റെ അമ്മയ്ക്കൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ജ്യോതി സാറും മാമും ആണ് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നത്. ടീച്ചേഴ്സും അതുപോലെ, മൃദുല പോണം, യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു വാക്ക്. കാരണം നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ ഇമ്മൻസ് എഫക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അഡ്മിഷൻ എടുക്കുകയായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഹേർഡിൽ ഹിന്ദി എനിക്ക് അറിയില്ല. പഠിച്ചോ ഇപ്പോ? ഇപ്പൊ തോടാ ബഹുത് കുഴപ്പമില്ല. അപ്പോ നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം ഇംഗ്ലീഷാണ്. ക്ലാസ്സിലാണെങ്കിൽ മലയാളീസ് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മലയാളം നടക്കില്ല. ടീച്ചേഴ്സ് ആയിരുന്നാലും കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യണമല്ലോ നമ്മൾ. അപ്പൊ അതിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് ഇവിടുത്തെ ആ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ലാണ് എന്നെ അവിടെ സഹായിച്ചത്. കാരണം ദാറ്റ് ഇസ് ദ ഓൺലി മീഡിയം യു ക്യാൻ യൂസ് ദ. അപ്പോ കാര്യങ്ങൾ മീനിങ് ഫുള്ളി അതിന്റെ എസെൻസ് ബ്രേക്ക് ആവാതെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കൺവേ ചെയ്യുക, ദാറ്റ് ടു ഇൻ എ ഡിഫറെന്റ് ലാംഗ്വേജ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അതിനുള്ളൊരു എസെൻസ് സ്കിൽ, അതൊരു വലിയൊരു സ്കില്ലായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റിയത്. അത് വലിയൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഡീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതാണ് കോ കരിക്കുലസ്. ഞാൻ നല്ലൊരു 6th 7th തൊട്ട് എക്സിബിഷൻസിന് പോകുമായിരുന്നു. അപ്പൊ എനിക്ക് പ്രസന്റേഷൻ സ്കില്ല് നന്നായി ഡെവലപ്പായി. അതുപോലെ തന്നെയാണ് ക്ലാസ് അസംബ്ലീസ്. നമുക്ക് മേജർ ക്ലാസ് അസംബ്ലീസ് കൂടാണ്ട് തന്നെ ക്ലാസ്സിൽ അസംബ്ലി കണ്ടക്ട് ചെയ്യും ഹൗസ് വൈസ്. അപ്പൊ അതൊക്കെ നമ്മുടെ എല്ലാ കുട്ടികളെയും നമുക്കപ്പോ എന്താ പറയാ ഓൺ ഡൈസ് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ പെർഫോമൻസും പ്രസന്റേഷൻ സ്കിൽസ് കൂടി. അപ്പോൾ അതൊക്കെ എനിക്ക് അവിടെയുള്ള കുട്ടികളായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു സോഷ്യൽ ആങ്സൈറ്റി MBBS പോയപ്പോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഗവൺമെന്റ് കോളേജിലേക്ക് വരുമ്പം നമ്മുടെ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ, സിമിലർ റെസിഡൻഷ്യൽ ഏരിയ. ഇത് പറയുമ്പോൾ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ നോർത്തിൽ നിന്ന് കുറെ പിള്ളേര്, അങ്ങനെ ഒരു ലാർജ് വെറൈറ്റി ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവരോട് ഈ പറഞ്ഞ പോലെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ഇവിടെ നമ്മൾ അതുമല്ല ഒരു ഗവൺമെന്റ് കോളേജ് ആണ് എന്താണെന്ന് വെച്ചാലും ദി എബിലിറ്റി ടു ഗെറ്റ് യോർ തോട്ട്സ് ടു ദി അതർ പേഴ്സൺ, ആ പറഞ്ഞ ആ ഒരു സ്കില്ല് കുറെ പേർക്ക് ഇല്ല. ഈ പറഞ്ഞ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇവർ പറയും ഇംഗ്ലീഷ് സ്പീക്കിംഗ്. നമ്മൾ പറയും മലയാളം ഉള്ള ഈ മലയാളികളുടെ നാട്ടിൽ ഇവരെ എന്തിനാ നമ്മളെ പിടിച്ച് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുന്നത്? ഞാൻ കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇവരെന്തിനാ ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്നത്? ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാവും ഈ ഒരു ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. ബിക്കോസ് വെൻ വി ഗോ ഔട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മലയാളി സ്പീക്കിംഗ് പോപ്പുലേഷൻ ദാറ്റ് വി ഡീൽ വിത്ത്. വി ഡീൽ വിത്ത് എ ലാർജ് മറ്റൊരു ഈ പറഞ്ഞ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ആ ഒരു ആകെ ഉള്ളൊരു അത്. അപ്പം എനിക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് കുറച്ചെങ്കിലും ഉണ്ട്. ഇപ്പൊ എന്റെ ആ ഒരു പ്രൊഫഷണൽ സൈഡിലും അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്ന് മാത്രമാണ്. ഇവരങ്ങനെ ഈ സ്കൂളിലുള്ള ആൾക്കാർ ഈ ഫൈൻസ് ഇട്ട് ഇംഗ്ലീഷ് പറഞ്ഞില്ലേ നിങ്ങൾ പണി കിട്ടും എന്നുള്ള രീതി സംസാരിക്കും. ഐ വുഡ് നെവർ ഡെവലപ്പ് മൈ സ്കിൽ. ഞാൻ എന്റെ ആ ഒരു കംഫർട്ട് സ്പേസിൽ മലയാളം പിടിച്ചങ്ങ് പോയത്. അത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ആ ഒരു അത് എനിക്ക് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത് എന്താണെന്നറിയോ? നമ്മള് സ്ഥിരമായിട്ട് ചിന്തിക്കുന്ന എഞ്ചിനീയറിങ്, MBBS ആ ഒരു ഏരിയയിലുള്ള കുട്ടികളുണ്ട്, എക്കണോമിക്സ് കുട്ടികളുണ്ട്, ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന കുട്ടികളുണ്ട്, എല്ലാ ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ IIT ഇരിക്കുന്നു. ഇത് ഇത്രയും ഒരു നമ്മളിപ്പോ ഒരു സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പാസ് ഔട്ട് ആയി പോയ കുട്ടികളെയൊക്കെ കാണുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവരും തന്നെ ഏകദേശം സിമിലർ ഫീൽഡിലേക്ക് പോകുന്നവരായിരിക്കും. നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ടുള്ള വൈഡ് വെറൈറ്റി എടുക്കുന്നു. ആസ്ട്രോഫിസിക്സിനൊക്കെ ഇവിടെ നിന്ന് എന്താണ് ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുള്ളത്? ആക്ച്വലി ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി ഒന്നും കൂടുതൽ അത്ര പേര് ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഫീൽഡാണ്. അതെ, സത്യം. അപ്പോ ഫോർ മീ ഫിസിക്സ് ആൻഡ് മാത്സ് ഞാൻ കുറച്ച് വീക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് ഫിസിക്കലിലേക്ക് മെന്റലി വീക്ക് ആയിരുന്നു. ഇതൊക്കെ എനിക്ക് പറ്റുമോ എന്നാ എനിക്ക് തോന്നിയിരുന്നു. ബട്ട് എന്താണ്, എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ടീച്ചർ എന്ന് പറഞ്ഞപ്പോ എന്റെ ഫാമിലിയിൽ നിന്ന് എന്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. കുഞ്ഞിലെ ഒരുപാട് ഓൺലൈൻ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിലോട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ, കോസ്മോളജി സാധനങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടം. അപ്പൊ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോ ടീച്ചേഴ്സും ഇത് റിസർച്ച് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആസ്ട്രോഫിസിക്സിനെ പറ്റി ഇവര്
എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇതെന്താ ഈ ടീച്ചേഴ്സിന് അങ്ങനെ ഒരു പ്രത്യേകത? കാരണം എന്താ വെച്ചാൽ ഞാനൊരു സ്കൂളിലും കേട്ടിട്ടില്ല എനിക്കൊരു കാര്യം പഠിക്കാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ ടീച്ചേഴ്സ് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അപ്പൊ അവര് പോയി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു എന്ന് പറയുന്ന അതെന്താ ആ ടീച്ചേഴ്സിന് അങ്ങനെ ഒരു പ്രത്യേകത? കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ടീച്ചറും സബ്ജക്റ്റോ അല്ലെങ്കിൽ മാർക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടീച്ചേഴ്സ് അല്ല. ഒരു ആസ് എ പേഴ്സൺ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ലൈഫ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടീച്ചേഴ്സ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇനി ലൈഫിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെ ഒരാളായി മാറണം, സോ ആ ബേസിക് നമ്മൾ അങ്ങനെയാണ് അവര് ചെയ്യുന്നത്. അല്ലാതെ നീ മാർക്സിന് ഇപ്പോ 100 തന്നെ കിട്ടണം, ഇങ്ങനെ തന്നെ കിട്ടണം, അങ്ങനെ ഒരു ടീച്ചേഴ്സും കണ്ടിട്ടില്ല. അപ്പൊ അത് ആ ടീച്ചേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. സോ അത് അവരെന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മളെ കുട്ടികളെ എങ്ങനെ ഒരു നല്ല നിലയിൽ എത്തണം എന്ന് അവര് വരുന്നത്. സോ അങ്ങനെ ആ ഒരു പാത്തില് ടീച്ചേഴ്സ് തന്നെ പോയി ചെയ്ത്, ആൻഡ് ടീച്ചേഴ്സിനും ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട് ഇവിടെ IAS-ഉം വലിയ വലിയ നിലയിൽ എത്താൻ കഴിവുള്ള ടീച്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ വിഷസ്, അവരുടെ ഡ്രീംസ് നമ്മളിൽ കാണാനായിട്ട് ടീച്ചേഴ്സിന് ഒരുപാട് ആഗ്രഹം. മനസ്സിലായി. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇപ്പൊ നിങ്ങൾ 10th പ്ലസ് 2 കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു എക്സാം എങ്കിലും ഭയങ്കരമായിട്ടുള്ള ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പാത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണല്ലോ, ആർക്കെങ്കിലും ഭയങ്കര സ്ട്രെസ് 10ലോ പ്ലസ് 2ലോ തോന്നിയവരുണ്ടോ? സ്ട്രെസ് അല്ല, എനിക്ക് 10th ക്ലാസ് മാത്സ് മോഡലിന് ഔട്ട് ഓഫ് 80 ആണ് നടത്തുന്നത്. ഉഴപ്പി. എനിക്ക് അറിഞ്ഞോണ്ട് ഉഴപ്പി. അറിഞ്ഞോണ്ടും അറിയാണ്ടും നമുക്ക് പല സാഹചര്യങ്ങളാൽ എനിക്ക് ഉഴപ്പേണ്ടി വന്നു. അപ്പൊ 80 എനിക്ക് 32 മാർക്കായിരുന്നു മാത്സിന്റെ ഫസ്റ്റ് മോഡല്. പ്രസിദ്ധ ടീച്ചർ ആ സമയം എന്നെ പഠിപ്പിക്കുന്നത്. ടീച്ചർ ഞെട്ടി, ഞാൻ അതിനും മേളിൽ ഞെട്ടി, വീട്ടുകാർ അതിലും ഞെട്ടി. കാരണം അത്രയും കാലം മറ്റേ 90-95 റേഞ്ച് വന്ന് എനിക്ക് 35 മാർക്കായിരുന്നു. പ്രസിദ്ധ ടീച്ചറിന് മനസ്സിലായി എന്തോ സംഭവിച്ചു. ടീച്ചർ എന്നെ ഇരുത്തി കാര്യം മനസ്സിലാക്കി സംസാരിച്ച് എനിക്ക് മാത്സിന് 99 ഉണ്ടായിരുന്നു. സമ്മതിക്കാതെ പറ്റില്ല. 32 നിന്ന് 99 എന്നെ എത്തിച്ചത് പ്രസിദ്ധ ടീച്ചർ, ഷെറിൻ ടീച്ചർ, ഈ 2 ടീച്ചർമാർ മാത്രം. കാരണം എനിക്ക് ഞാൻ എന്തോ കാരണവശാൽ ഞാൻ ഉഴപ്പി. അവിടെ നിന്ന് തന്നെ ആ സമയം നമുക്ക് മെന്റലി നമ്മൾ ഡൗൺ ആവും. നമ്മൾ ഇത്രയും കാലം ഒരു കോൺഫിഡൻസ് വെച്ച സബ്ജക്ട് ഇത്രയും ഡൗൺ ആവും, നിയർലി ഫെയിൽ എന്നുള്ള സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല, എത്ര പഠിച്ചാലും നടക്കില്ല. ആ ഒരു മെന്റൽ സ്റ്റേജിൽ തന്നെ പുറത്തു കൊണ്ടുവന്നു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്നെ റിവിഷൻ, ഈ സ്കൂളിൽ നിന്ന് തരുന്ന റിവിഷൻ, എക്സാമിന് മുമ്പ് തരുന്ന റിവിഷൻ, നമുക്ക് ചിലതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ മൊത്തം വായിക്കേണ്ടി പോലും വരില്ല. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ പാസ്സാവണം, നമുക്ക് ഇത്ര നല്ല മാർക്ക് കിട്ടണമെന്ന് നമ്മളെക്കാട്ടിലും 10 ഇരട്ടി ആഗ്രഹം ടീച്ചേഴ്സിന്. അപ്പം അതുപോലെ അവർ ആ റിവിഷൻ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യും, നമ്മളെ കൊണ്ടിരുത്തി ചെയ്യിപ്പിക്കും, മനസ്സിലായി എൻഷുർ ചെയ്ത് അതുപോലെയാണ് നമ്മളെ ഫുൾ ഫ്ലെഡ്ജ് റെഡി ആക്കിയാണ് നമ്മൾ ബോർഡ് എക്സാംസ് വിടുന്നത്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഈ സ്കൂളിൽ നിന്ന് മാറി വേറൊരു സ്കൂളിൽ പോയി പഠിച്ച് നോക്കാമായിരുന്നു എന്ന് എവിടെയെങ്കിലും പോയിട്ട് തോന്നിയിട്ടുണ്ടോ? സത്യസന്ധമായി പറയണം. 8ാം ക്ലാസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. 2ാം ക്ലാസ്സിലോ? 8ാം ക്ലാസ്സിലും. അതെന്ത്? അത് ആ സമയത്ത് ചില പ്രത്യേക കാരണങ്ങളെ ഞാൻ ഉഴപ്പിടക്കായിരുന്നു. ഉഴപ്പിടുന്നപ്പം ഞാൻ ഒരു കാര്യത്തിന് ശ്രമിച്ചു, 8ൽ പരാജയപ്പെട്ടു. അതെന്ത് കാര്യമായിരുന്നടാ? പറയാൻ പറ്റില്ല, അതൊരു കാര്യം എനിക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉഴപ്പി ഇത് എന്ന് പറഞ്ഞാൽ നടന്നില്ല. അപ്പൊ എനിക്ക് മറ്റേ ഇവിടെ എനിക്ക് കാര്യമില്ല, നാണക്കേടാവെന്നും പറഞ്ഞ് ഈ നൈസ വലിയാന്ന് നോക്കി. അപ്പൊ പിന്നെ വലിയാന്ന് നോക്കിയപ്പം മറ്റേ ഈ ടീച്ചർമാരെ അന്ന് പഠിപ്പിച്ച ടീച്ചർമാരെല്ലാം ഗിഡിലുമായിരുന്നു, അത്യാവശ്യം എല്ലാം ഗിഡിലുമായിരുന്നു. 2 വഴിക്ക് എല്ലായിടത്തും ഉണ്ടാവും ആരെങ്കിലും ഒക്കെ കുറച്ച് നല്ല ഗിഡിലുമായിട്ട് പോയി. അവരോട് ഈ കമ്പനി ഉള്ളതുകൊണ്ട് എന്തായാലും ഒന്ന് 10 വരെയെങ്കിലും ഓടിച്ചു നോക്കാന്ന് പറഞ്ഞ് ഇങ്ങ് നിന്ന്. പിന്നെ അങ്ങ് നോക്കിയപ്പോ നല്ല വൈബായി ആണ്. അത് നിന്ന് കഴിഞ്ഞപ്പോ തോന്നിയോ ആ നിൽക്കാമെന്ന് തോന്നിയതായിരുന്നു? തോന്നി. ആണോ? നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ വേറെ സ്കൂളുകളിൽ പഠിക്കുന്നവരുണ്ടാകില്ലേ? അവരൊക്കെ എന്താണ് നിങ്ങളോട് സാധാരണ വന്ന് പറയാറുള്ളത്? ഈ സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പറയുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വേറൊരു സ്കൂളിൽ പോയായിരുന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലാസ് 12 കോഴ്സസ് ഒക്കെ വളരെ നേരത്തെ തുടങ്ങി. ഞങ്ങളിവിടെ ക്ലാസ് 11th ഒക്കെ കഴിയാറായി നിൽക്കുമ്പോൾ അവർക്ക് ക്ലാസ് 12 ഓൾറെഡി തുടങ്ങി. അപ്പൊ അവരൊക്കെ ഭയങ്കര അതിന്റെ പിറകെ നേരത്തെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കരിക്കുലേഴ്സ് അത് തന്നെയാ, 10th അല്ലേ 12th അല്ലേ പറഞ്ഞിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവം സ്കൂളുകളിൽ കാണുന്നുണ്ടെന്ന്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ നേരത്തെ തുടങ്ങിയവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായോ? എന്നിട്ട് അതിനുശേഷം ഞങ്ങൾക്ക് താമസിച്ചൊക്കെ തന്നെ തുടങ്ങിയത്. നമുക്ക് അത്യാവശ്യം നേരത്തെ തന്നെ തുടങ്ങുന്നേ. പക്ഷെ എന്തായാലും എക്സ്ട്രാ ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നല്ല മാർക്കും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ എല്ലാ വീക്കും എന്തെങ്കിലും ഒരു പ്രോഗ്രാം സ്കൂളിൽ കാണും. അപ്പൊ കുറെ പേര് പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, നിങ്ങൾക്ക് എല്ലാ വീക്കും സ്കൂളിൽ പ്രോഗ്രാം ഇല്ലേ, പിന്നെ എവിടെ നീ പഠിക്കാൻ സമയം കിട്ടും? പക്ഷെ ഈ പ്രോഗ്രാംസ് ആണ് ശരിക്കും നമ്മുടെ സ്കൂളിന്റെ ആ സോൾ എന്ന് പറയുന്നത്. പഠിത്തത്തിന്റെ ഇടയിലും ഈ പ്രോഗ്രാംസ് 12th നിന്നായാലും ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ ടീച്ചർ സമ്മതിക്കാറുണ്ട്. പക്ഷെ ക്ലാസ് കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു വരുമ്പോ ആ സെയിം ട്രാക്കിലേക്ക് വരാനായിട്ട് ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആണോ ജ്യോതി സെൻട്രൽ സ്കൂളിനെ ആ സ്കൂളായിട്ട് നിങ്ങൾ പറയുന്ന ആ ഒരു ഭയങ്കര വോംത്തോടു കൂടി നിലനിർത്തുന്നത്? യെസ്, എന്റെ കൂടുതലും കോണ്ടാക്ട് വന്ന ടീച്ചേഴ്സ് ആയിട്ടല്ല, അപ്പം അവര് തന്നെയാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. സത്യം. പിന്നെ അത് മാത്രല്ല, ടീച്ചേഴ്സ് മാത്രല്ല, ആ സ്കൂളിലത്തെ സ്റ്റുഡൻസും നമ്മൾക്ക് ഉണ്ടാവുമല്ലോ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഭയങ്കര ശരിയാണ്. അപ്പൊ ഓരോ ഫ്രണ്ട്സ് കിട്ടുമ്പോ അതും നമുക്ക് ഒരു നല്ല വേറൊരു ടൈപ്പ് മോട്ടിവേഷൻ ആണ്. പിന്നെ നോൺ സ്റ്റാഫും ഉണ്ട്. ഇവിടുത്തെ ആന്റിമാര് ഭയങ്കര സ്നേഹമാണ്. നമ്മള് കോറിഡോറിൽ പോകുമ്പോഴും എന്താ മോളെ സുഖാണോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. ഇത്രയും വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം ഇപ്പോഴും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആന്റിമാരുണ്ട്. ആണോ? മോളെ എനിക്ക് പണ്ട് ഷോർട്ട് ഹെയർ ആണ്, മുടിയൊക്കെ വളർത്തിയോ എന്നൊക്കെ അവർക്ക് ഓർമ്മയുണ്ട്, ആളെ ഓർമ്മയുണ്ട്, എങ്ങനെയാണോ ഓർമ്മയുണ്ട്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ സ്കൂളുമായിട്ട്. ആണ്. ഇവിടെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടായത് ആർക്കാണ്? സ്പീക്കിംഗ്. ശരിയാണ്. ഞാൻ ഈ സ്കൂളില്ലായിരുന്നെങ്കിൽ ആ ഒരു ട്രാക്കിലേക്കേ വരത്തില്ല. ആണല്ലേ? ഇപ്പം ഞാൻ അത്യാവശ്യം ഞാൻ കേരള ഗവൺമെന്റിന്റെ ആങ്കർ ആയിട്ട് ഞാൻ ഒരു 8ാം ക്ലാസ് തൊട്ട് പോകുന്നുണ്ട് ഇപ്പോഴും. അത് ശരി. അപ്പം എനിക്ക് ആ ഒരു എക്സ്പോഷർ 101%. ഞാൻ ഫ്രണ്ട്സും അല്ല വീട്ടുകാരും അല്ല, സ്കൂളാണ് എന്നെ ആ നിലയിൽ എത്തിച്ചത്. 101% ഫുൾ ക്രെഡിറ്റ് ഞാൻ സ്കൂളിനെ കൊടുക്കും. ഇനി എന്താണ് ഇപ്പൊ എക്കണോമിക്സ് പഠിച്ചു സ്കൂളിലെ കുട്ടികൾക്ക് നമ്മളൊരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമിക് സർവീസ് എന്നുള്ളത് തന്നെയാണോ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത്? അതെ, ഞാൻ അന്ന് സ്കൂളിൽ വെച്ച് അത് ഉറപ്പിച്ചു. ഇപ്പോഴും ഇത്രയും 5-6 വർഷമായി. അപ്പോ ഇന്നും അതിന്റെ മനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരുന്നു. അപ്പൊ ഒരു സ്റ്റേജിൽ പോലും എടുത്തത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുമ്പോഴും ഇവിടുത്തെ ബേസിക്സ് ആണ് അവിടുത്തെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെയൊക്കെ പോകുമ്പോൾ സിലബസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഒരിക്കലും അവർ സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ബേസിക്സ്, ടീച്ചേഴ്സിന്റെ അഡ്വൈസസ്, അതൊക്കെ തന്നെ വലിയൊരു ഹെൽപ്പ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ റിഗ്രറ്റ്സ് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല അല്ലെ? എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആൾക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴാ ഒന്ന് മാറി ചിന്തിക്കണം എന്ന് തോന്നിയത്? ആദ്യം ഞാൻ സ്കൂളിൽ +1 ജോയിൻ ചെയ്തത്. അപ്പോ ഈ എടുക്കാന്ന് പറഞ്ഞപ്പോ ഇവിടെ ജ്യോതിഷ് സാർ പറഞ്ഞു എക്കണോമിക്സ് എടുക്കുന്നല്ലാണ്. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട, പഠിക്കാൻ താല്പര്യമില്ല. പിന്നീട് ഈ സ്പീച്ച് കേട്ടപ്പോഴാണ് കൊള്ളായിരുന്നു, എടുത്താൽ മതിയായിരുന്നു അങ്ങനെ ആലോചിച്ചു. അപ്പൊ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഈ +1 സമയത്ത്. പിന്നീട് പഠിക്കാൻ വെച്ച പാടില്ല, അതുകൊണ്ട് അങ്ങനെ ഓർത്ത് ആശ്വസിച്ചു. അതല്ലേ? അങ്ങനെ ശരിക്കും പഠിക്കാൻ പാടുണ്ടോ എക്കണോമിക്സ്? ഇഷ്ടപ്പെട്ടാ പഠിക്കാൻ പാടില്ല ആണ്. എന്താ എളുപ്പാന്നാണോ വിചാരിച്ചേ? എന്നിട്ട് അത്ര എളുപ്പാണോ? അല്ല, സിലബസ് മാറ്റിയാ മതി. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതം, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്പീച്ചിലൂടെയാണെന്ന് കേട്ടിട്ട്. എന്തായിരുന്നു ഇവർക്ക് പറഞ്ഞു കൊടുത്തത് സത്യത്തിൽ? എന്തായിരുന്നു ആ സ്പീച്ചിൽ ഉണ്ടായിരുന്ന ഒരു 4 വരി പറയാമോ? ഇത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളോട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സ്പീച്ചിൽ പറഞ്ഞത് എൻ്റെ പ്യുവർ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ പുറത്തു പോയി പഠിക്കാൻ പലരെയും നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യത്തില്ലല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, അതും ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത്. അപ്പോൾ എൻ്റെ സപ്പോർട്ട് ഫുൾ സ്കൂളിൽ നിന്നായിരുന്നു. കാരണം വീട്ടുകാർക്കും ഇതിനോട് എക്സ്പോഷർ ഇല്ല, അതുകൊണ്ട് തന്നെ താല്പര്യം കുറവായിരിക്കും. അതുകൊണ്ട് പോകണം എന്നുണ്ട്, പക്ഷെ പോയാൽ എന്താകും അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി പഠിച്ച കാര്യങ്ങളും എനിക്ക് മനസ്സിലായതും ഇവിടുന്ന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് എന്നെ സഹായിച്ചത്, പിന്നെ അത് തരുന്ന അവസരങ്ങൾ. കാരണം പലതും നമുക്ക് അറിയില്ല ആക്ച്വലി. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. കാരണം മാത്സ് ആണ് ആ സബ്ജക്റ്റിന്റെ ലാംഗ്വേജ് അവിടെ. അങ്ങനെയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, വളരെ മനോഹരമായി കറണ്ട് ഇവന്റ്സ് ആയി കണക്ട് ചെയ്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡൽഹി എന്നൊരു സ്ഥലം എനിക്ക് കുറെ എക്സ്പോഷർ തന്നിട്ടുണ്ട്. അതെല്ലാമാണ് ഞാൻ അവരോട് കൺവേ ചെയ്തത്. പക്ഷെ അത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ ഇങ്ങനെ നോക്കുമ്പോ എല്ലാവരും ഇത്ര അറിഞ്ഞിരുന്നില്ലല്ലേ അന്ന്? ഇങ്ങനെ
ഇപ്പൊ ഞാനടക്കം എനിക്കൊരു കുഞ്ഞു വാവയാ ഉള്ളത്. നമ്മളിങ്ങനെ 100 കാര്യങ്ങൾ ആലോചിക്കും ഒരു സ്കൂളിൽ എവിടെ ചേർക്കും. കാരണം ചുറ്റും ഒരുപാട് സ്കൂളുകൾ, എല്ലാ സ്കൂളുകളിലും കോമ്പറ്റീഷൻ നടക്കുന്നു, എങ്ങോട്ട് പോകും ഒന്നും അറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ. അപ്പോ ജ്യോതി സെൻട്രൽ സ്കൂൾ തിരഞ്ഞെടുത്തോ ധൈര്യമായി എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് എറണാകുളത്തില്ല, ഇവിടെ ഒരു കുട്ടിയോട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുക? അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോട് മോളെ അല്ലെങ്കിൽ മോനെ UKG ചേർക്കുവാണോ, അല്ലെങ്കിൽ LKG ചേർക്കുവാണോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കുവാണോ, ജ്യോതി സെൻട്രൽ സ്കൂൾ തിരഞ്ഞെടുത്തോ, ഇത്ര മെറിറ്റുകൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ സ്കൂളിൽ ചേർത്തോ പിന്നെ ഒന്നും അറിയണ്ട. അതെ, ലിറ്ററലി എന്റെ വീട്ടുകാര് ഞാൻ 4ാം ക്ലാസ്സിൽ ഇവിടെ കയറി +2 പാസ്സാവുന്നവരെ എന്നെ പഠിത്തത്തിന് റിലേറ്റഡ് റിസൾട്ട് വന്നു, ആ റിസൾട്ട് അതല്ലാണ്ട് വേറെ ഒന്നും അവരറിഞ്ഞിട്ടില്ല. ഞാൻ ട്യൂഷന് പോയിട്ടില്ല, വീട്ടിലിരുന്ന് വീട്ടുകാർ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തമായി പഠിച്ചുകൊണ്ടാണോ? സ്വന്തമായിട്ടും പഠിച്ചു. സ്കൂൾ എനിക്ക് പലപ്പോഴും എക്സാമിന് ഓർമ്മ വരുന്നത് ടീച്ചേഴ്സ് ക്ലാസ് ഇരുന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ പറയുന്നില്ല, എനിക്ക് ഞാൻ വീട്ടിലിരുന്ന് കുത്തിയിരുത്ത് പഠിത്തം എന്നെ കൊണ്ട് പറ്റില്ല. പലപ്പോഴും എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് ടീച്ചർമാർ ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞതും ഈ പറഞ്ഞ റിവിഷനും. അപ്പം എന്റെ പപ്പയൊക്കെ ചില ഞാൻ ഇത് ക്ലാസ്സിലാന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്ക് കംപ്ലീറ്റ്ലി എന്നെ ഇങ്ങനെ കൊണ്ട് നടന്ന് +2 വരെ എത്തിച്ച് പാസ്സാക്കി പുറത്താക്കിയത് ഈ സ്കൂൾ തന്നെയാണ്. അതെ, എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വരുന്നത് ശരിക്കും. ഞാൻ മെറിറ്റ്സ് മാത്രമല്ല എല്ലാം ഉണ്ട്, പക്ഷെ ഇങ്ങനെ നമ്മളെ പേരൻസുമായിട്ടോ അല്ലെങ്കിൽ പുറത്തോ യാതൊരു നെസസറി ഇൻവോൾവ്മെന്റും ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് എന്നുള്ള വേറെ ഒരു സ്റ്റുഡന്റ് എന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല ഞാൻ സ്കൂളിൽ പോയതും പാസ്സായതും പഠിച്ചിറങ്ങിയതും ഒക്കെ. അതാണ് ഈ സ്കൂളിൽ കയറാനുള്ള ഗ്യാരണ്ടി. ഓ, അടിപൊളി. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പറയാനുള്ള അവസരമുണ്ട്. വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ടീച്ചേഴ്സ് അടിപൊളിയാണ്. യാതൊരു വിധത്തിലും ഒരു കോംപ്രമൈസ് ഇല്ല. ടീച്ചേഴ്സ് ആർ ദ ബെസ്റ്റ്. രണ്ടാമത് എന്തേലും ഒരു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 12th കംപ്ലീറ്റ് ചെയ്തോ 10th കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ടാലന്റ്, ഒരു സ്കില്ലിലെങ്കിലും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടേ പോകത്തുള്ളൂ. ദാറ്റ് ഇസ് ഇപ്പൊ തന്നെ നോക്കി ഞങ്ങൾ എല്ലാവരിലും എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇറ്റ്സ് ആക്ച്വലി വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ സ്കിൽ ഇൻ ദിസ് സൊസൈറ്റി. സോ അത് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ഒരു പോയിന്റ് ആണ്. മനസ്സിലായി. അതിനൊരു ആഡ് ഓൺ ആയിട്ട് ടീച്ചേഴ്സ് ക്ലാസ്സിൽ തരുന്ന അഡ്വൈസ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു ടീനേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് ആയിക്കോട്ടെ, ബാഡ് ഇൻഫ്ലുവൻസ് ഒക്കെ ഒത്തിരി നമ്മൾ വീഴാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ്. അപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇന്ന ടീച്ചർ എന്നില്ല, ഏതെങ്കിലും ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ ഉപദേശിക്കാറുണ്ട്, അഡ്വൈസസ് തരാറുണ്ട്. അപ്പോൾ അത് നമ്മളെ ഒരു ബാക്ക് ടു ദ ട്രാക്ക് ആക്കും. എപ്പോഴും വേണ്ട, ഈ ഒരു നേർവഴി തന്നെ പോകണം. അത് ആ ഒരു ഏജിൽ കിട്ടുന്ന വളരെ ഒരു കാര്യമാണ്. അങ്ങനെ കിട്ടിയ ഒരു അഡ്വൈസ് പറയാവോ? 10ൽ എന്നെ മാത്സ് ടീച്ചർ ആയിരുന്നു സ്മിത ടീച്ചർ. ആ ടീച്ചറെ കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റൂ. കാര്യം അതായത് ഞാൻ ആ സമയത്ത്, അതായത് ആദ്യത്തെ ഒരു പരീക്ഷ മാത്സിന് നല്ല മാർക്ക് കിട്ടി. അത്യാവശ്യം 1 മാർക്ക് കണ്ടേ പോയുള്ളൂ. ഏകദേശം ഇങ്ങനെ പോയപ്പോ ഞാൻ എന്റെ പണ്ടത്തെ 8ാം ക്ലാസ്സിലെ ഉഴപ്പങ്ങ് പൊങ്ങി അങ്ങ് വന്ന്. അപ്പൊ ബാക്കി ടീച്ചർമാർക്ക് മനസ്സിലായി ഉഴപ്പി തുടങ്ങി എന്ന് മനസ്സിലായി. ഈ സ്മിത ടീച്ചർ എന്നെ പിടിച്ചിട്ടിട്ട് അങ്ങ് പറഞ്ഞു, മുഖത്ത് നോക്കി ഉള്ളതുപോലെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ നന്നായില്ലേ, അതായത് നീ ഇപ്പൊ പോണ പോക്കിലാണെങ്കിൽ ചിലപ്പോ നിന്റെ കൂട്ടുകാരോടെ എല്ലാവരും ഇങ്ങനെ പോവായിരിക്കും, എലിസൺ നിങ്ങൾ മൊത്തത്തിൽ വീഴുന്നു. നീ ഇപ്പൊ തൽക്കാലം കര കയറ്, ബാക്കിയുള്ളവരെ നിന്നെ കൊണ്ട് കയറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നീ കയറുമെന്ന് പറഞ്ഞ് എനിക്ക് മോട്ടിവേഷൻ അടിച്ചു. രക്ഷപ്പെട്ട്. അതാണ് കാര്യം. ആ ഒറ്റ മോട്ടിവേഷൻ ഞാൻ നന്നായി കൊറേക്കെ മാക്സിമം നന്നായി. പക്ഷെ ഇപ്പോഴും ഒകത്ത് കാണുന്നത് പൊങ്ങാൻ നോക്കേണ്ടത് എന്റെ ചുമതലയാണ്. പക്ഷെ ഇങ്ങനെ സത്യസന്ധമായി പറയാനുള്ള ഒരു ധൈര്യം കിട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. അതിൽ ഐ എം സോ പ്രൗഡ് ഓഫ് യു ഡാ, സത്യമായിട്ടും. അപ്പൊ ഞാൻ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ജ്യോതി സെൻട്രൽ സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും 100 നാക്കാണ്. എല്ലാവരും നിങ്ങൾ ഇന്നത്തെ നിങ്ങൾ എങ്ങനെയായെന്നും അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ ആക്കിയെടുക്കാനായിട്ട് നിങ്ങളുടെ മാർക്കുകൾ, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ എന്നുള്ള നിലയിലായിരുന്നു. ഈ മാർക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിത വിജയം നൽകാനായിട്ട് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ജ്യോതി സെൻട്രൽ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യമല്ലേ? അപ്പൊ അത്തരത്തിലൊരു നമ്മളുടെ ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ഒരു സ്കൂളിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ സ്കൂളിനെ കുറിച്ച് ഇത്രമാത്രം കുട്ടികൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ, എത്രമാത്രം പോസിറ്റീവ് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, തീർച്ചയായും ആ സ്കൂളിനും അവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഒക്കെ അതിൽ വലിയൊരു റോളുണ്ട്. അപ്പോൾ വളരെ മികച്ച രീതിയിലൊരു വിദ്യാഭ്യാസം, ഒരു കുട്ടിയെ രൂപവൽക്കരിക്കുന്നതിൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക്, സ്കൂളിന്റെ പങ്ക്, ഇതൊക്കെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു സെഷനായിരുന്നു എനിക്കിത്. അപ്പൊ ഇനിയൊരു അവസരം കിട്ടിയാൽ ഞാൻ ജ്യോതി സെൻട്രൽ സ്കൂളിൽ ഒരു കുട്ടിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ജീവിതപാതയിൽ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.